അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വില കുറഞ്ഞ രാഷ്ട്രീയ നാടകമാണ് CPM നടത്തുന്നതെന്ന് പഞ്ചായത്ത് ഭരണസമിതിയും മുസ്ലിം ലീഗും ആരോപിച്ചു. സംസ്ഥാന സർക്കാരിനെയും ക്ലീൻ കേരള കമ്പനിയെയും വെള്ളപൂശി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ചെളിയെറിയുന്ന സമീപനമാണ് CPM സ്വീകരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനേ പഞ്ചായത്തിന് സ്വാതന്ത്ര്യമുള്ളൂ. സർക്കാർ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനിക്ക് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള അവകാശം നൽകണമെന്നാണ് ഉത്തരവ്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ യഥാസമയം ക്ലീൻ കേരള കമ്പനി കൊണ്ടുപോകാത്തതാണ് പ്രതിസന്ധിയുണ്ടാക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്തിന്റെ വലുപ്പമനുസരിച്ച് 40 പേരെങ്കിലും ഹരിതകർമ്മസേനയിൽ വേണ്ടിടത്ത് 20 പേരാണുള്ളത്. അംഗങ്ങളാകാൻ ആളുകൾ തയ്യാറാകാത്തതും വന്നവർ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നതും പ്രതിസന്ധിയുണ്ടാക്കുന്നു. ലൈസൻസ് പുതുക്കുമ്പോൾ വ്യാപാരികൾ മാലിന്യ ശേഖരണ ഫീസ് അടയ്ക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ വ്യാപാരികളെ പ്രയാസത്തിലാക്കുന്നുണ്ട്. മഴ കൊണ്ട് മാലിന്യം നനഞ്ഞ് ഭാരം കൂടിയാൽ കൂടുതൽ പണം പഞ്ചായത്തിൽ നിന്ന് ഈടാക്കാമെന്ന ലക്ഷ്യം ക്ലീൻ കേരളയ്ക്കുണ്ടെന്ന് സംശയിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. മാലിന്യ ശേഖരണ കേന്ദ്രം നിർമ്മിക്കുന്നതിനായി പഞ്ചായത്ത് 1 ഏക്കർ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് കൈമാറി കിട്ടുന്നതിന് താലൂക്ക് ഓഫീസിൽ നിന്ന് തുടർ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഒരു മൊത്ത കുത്തക പോലെ സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയിൽ ഇതിന്റെ അവകാശം അനുവദിച്ചു കൊടുത്തതാണ് അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നം. കാരണം അവരെ സൗകര്യത്തിന് വരിക, അവരെ സൗകര്യത്തിന് എടുക്കുക. സർക്കാർ കമ്പനി ആകുമ്പോൾ അതിൻ്റെ ഒരു പ്രൈവറ്റ് കമ്പനി കാണിക്കുന്നത് പോലത്തെ താല്പര്യം ബിസിനസ്സിൽ സർക്കാർ നിയന്ത്രിത കമ്പനിക്ക് ഉണ്ടാവില്ല. നമ്മളെ KSRTC ഒക്കെ പോലെ. അപ്പം അതുകൊണ്ട് അവർക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ വരിക, എടുക്കുക, പോവുക. പഞ്ചായത്ത് സെക്രട്ടറിയോ പ്രസിഡന്റോ ആരൊക്കെ വിളിച്ചാലും പറഞ്ഞാലും യഥാസമയം വരാതിരിക്കുക, കൊണ്ടുപോകാതിരിക്കുക, അതാണ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. വേറെ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നവുമില്ല. നേരെ മറിച്ച് പഞ്ചായത്തിന് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് കൊടുക്കാം, അവർ സ്വാതന്ത്ര്യപ്രകാരം ചെയ്യാം എന്ന രീതിയിലുള്ള ഒരു ഉത്തരവ് സർക്കാരിന് ഉണ്ടാവുകയാണെങ്കിൽ കാര്യങ്ങൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് നടക്കും. ഇതൊരു മോണോപ്പൊളി പോലെ ഇന്ന കമ്പനിക്ക് എന്ന് പറയുമ്പോൾ ഉള്ള പ്രയാസമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഉമ്മർ അറക്കൽ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചുമതലയുള്ള ഷബീർ കറുമുക്കിൽ, സ്ഥിരസമിതി അധ്യക്ഷൻ സുനിൽ ബാബു വാക്കാട്ടിൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹാരിസ് കളത്തിൽ, പ്രസിഡന്റ് സയ്യിദ് അബു താഹിർ തങ്ങൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.